സ്വരാജിനെതിരെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന ചില സംഘി കുബുദ്ധികളുണ്ടാക്കിയ ഒരു കഥയുണ്ടല്ലോ വി എസിനെ സംബന്ധിച്ച്. ആ കഥയുമായിട്ട് കഴിഞ്ഞ ദിവസം കൈരളി ചാനലിലെ ടോക്ക് ഷോയിൽ പങ്കെടുക്കാനെത്തിയ ഒരു സംഘി, സുധീഷ് എന്നാണ് പേര്, ഇതേ വിഷയം എടുത്തങ്ങിട്ടു. സ്വാഭാവികമായിട്ടും കഥകൾ നമ്മൾ ഒരുപാട് ഞങ്ങൾക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ പുറത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ തന്നെ പറയും ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ പറഞ്ഞതാണ്, അങ്ങനെയാണ് ഞങ്ങൾക്കറിവ്. ആ രീതിയിൽ ആധികാരികമായി വാചക കസർത്ത് അടിക്കുന്നതിനിടയിൽ സംഘിയോട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ചോദ്യം അങ്ങോട്ട് അവതാരകനായിട്ടുള്ള ശരത് ഉന്നയിച്ചു. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. അതായിരുന്നു അവസ്ഥ. VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് സ്വരാജിനുള്ളത്. ആ പാരമ്പര്യമുള്ള സ്വരാജാണ് ഇന്ന് മത്സരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 2016 ആ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് വേണ്ടി VS അച്യുതാനന്ദൻ പോയി പ്രചരണം നടത്തുകയും സ്വരാജിന് വേണ്ടിയിട്ട് സ്വരാജ് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ? സുധീഷ് കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു വീഡിയോ സെന്റർ തകർന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അത് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ചർച്ച ഗംഭീരമായി മുന്നോട്ട് പോകും. എന്റെ ആഗ്രഹം സ്വരാജ് അങ്ങനെ പറഞ്ഞതായി ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തോ അത് ഈ അമരമ്പലത്ത് ഞാൻ ചെയ്യാം. കേട്ടുകേൾവികളെ ശരി തൽക്കാലം അത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് നേരം കളയാനില്ല. ബഹുമാനപ്പെട്ട എം സ്വരാജിനെ കുറിച്ച് ഇല്ലാത്തത് പറയേണ്ടി വരുന്നത് തെറ്റായ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നത്, ഇങ്ങനെ കള്ളം പറയുന്നത് കേൾക്കുന്നത്. കള്ളങ്ങൾ പലതും കേട്ടിട്ടുണ്ട്. കയ്യും കാലും വെച്ച നുണകളാണ് ഇദ്ദേഹം പറയുന്നത്. VS അച്യുതാനന്ദനെ പോലെ മഹനീയനായൊരു നേതാവാണ്. സഖാവ് സ്വരാജിന് വേണ്ടി ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിക്കാൻ പോയി നടത്തിയ തൃപ്പൂണിത്തറയിൽ അതിന്റെ ഉൽപ്പന്നം കൂടിയാണ് സ്വരാജ് എന്ന MLA. 2016 സ്വരാജ് അല്ല 2025 സ്വരാജ്. 2016 സ്വരാജ് അല്ല 2020 സ്വരാജ് എന്ന് പറയാൻ കാരണം എന്താണ്? മല ഇളകി വരുമ്പോൾ ഒരു വാക്കുകൊണ്ട്, ഒരു നിലപാട് കൊണ്ട് ഈ നാട്ടിലെ വർഗീയ ശക്തികൾ ഞെട്ടി വിറയ്ക്കുന്ന ഒരാളായി സ്വരാജ് മാറി. അതുകൊണ്ട് വർഗീയ ശക്തികളോട് പറയുന്നത് സ്വരാജിനെതിരെ നുണ നിർമ്മിക്കരുത്. തന്റെ ഇടമുണ്ടെങ്കിൽ സ്വരാജിന് മറുപടിയായി ഒരു വരി പറയാൻ തന്റെ ഇടമുള്ള ഒരാൾ നിങ്ങളുടെ കുലത്തിൽ ജനിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവരുടെ നുണകളുടെ ആയുസ്. ഇല്ലാത്തതുണ്ടെന്ന് വരുത്തുക. പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് നടന്ന കാര്യം, ആ കാര്യത്തെക്കുറിച്ചാണ് ആധികാരികമായി പറയുന്നത്. ഈ റിപ്പോർട്ട് ചെയ്തവനോ അല്ലെങ്കിൽ ഈ പറയുന്നവനോ എന്നും പങ്കെടുത്തില്ല. പക്ഷേ സ്വരാജ് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ജനം വിശ്വസിക്കണം. VS-നെ കുറിച്ച് സ്വരാജ് ഇങ്ങനെ ഒരു പരാമർശം നടത്തി. ആ പരാമർശം കേട്ട VS ഇതുവരെ അതിൻ്റെ അസംതൃപ്തി സ്വരാജിനോട് കാണിച്ചിട്ടില്ല. ഇതുവരെ ആ സെൻറ്റൻസ് ഇത്രയും ഭീകരമായിരുന്നെങ്കിൽ അതിൻ്റെ വേദന VS ഒരിടത്തും പങ്കുവച്ചിട്ടില്ല. പക്ഷേ സംഘികൾ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്നു. ഉദ്ദേശം എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി അയാൾക്കെതിരെ മുതിർന്ന നേതാവിനെ വെച്ചൊരു കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചാൽ നമുക്ക് ആൾക്കാർക്കിടയിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന സ്വീകാര്യതയെ തകർക്കാം. ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് നേരെ ഒറ്റ ചോദ്യം മതി. നീ ഇത് കേട്ടോ? വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീണത് നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലോകം മുഴുവൻ അതിൻ്റെ ലൈവ് ദൃശ്യം കണ്ടു. പക്ഷേ ഇപ്പോഴും ഈ ഒരു കാര്യം ആരോപണങ്ങൾക്കപ്പുറം സ്വരാജ് അങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ചൊരു വീഡിയോയോ ഒരു ഓഡിയോയോ ഒന്നുമില്ല. പക്ഷെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. ആരായിരിക്കും ആ കഥ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിട്ടത്? അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇതുപോലെ പല സംഘികൾക്കും ഇടതുപക്ഷ നേതാക്കന്മാരെക്കുറിച്ച് വായ്ത്താരികൾ പറഞ്ഞു നടക്കാനും പരദൂഷണങ്ങൾ പറഞ്ഞുണ്ടാക്കാനും അവർ പ്രവർത്തിച്ച് അവരുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്ന ജനഹൃദയങ്ങളിലെ സ്പേസ് നശിപ്പിക്കാനുള്ള ഒരു തന്ത്രം. അതിനപ്പുറത്തേക്ക് ഇമ്മാതിരി നാറിയ നാടകത്തിനൊന്നും ഒരടിസ്ഥാനവുമില്ല. ഇവർക്ക് കൂടിപ്പോയാൽ കാണിക്കാൻ പറ്റും പഴയ മനോരമയുടെ ഏതെങ്കിലും പത്രക്കട്ടിങ്. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും സ്വരാജിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്താനും കഴിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട്. അതായത് പാർട്ടിക്കകത്തല്ല പുറത്തുപോലും ഇത്തരം ഭാഷകളൊന്നും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ഉപയോഗിക്കാറില്ല. അവരെക്കുറിച്ച് അങ്ങനെ പാർട്ടി വേദിക്കകത്ത് നടന്ന ഉൾപാർട്ടി ചർച്ചയിൽ പറഞ്ഞു എന്നൊരു കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചാൽ ജനമത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വിഴുങ്ങുന്നുണ്ട് കോൺഗ്രസ്സുകാരും സംഘികളും. അവർക്ക് വേണ്ടി ഓരോ ദിവസവും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ കാൽത്തിരുമി മാപ്രകൾ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരുന്ന് രചിച്ച വ്യാജ കഥയ്ക്കപ്പുറം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിട്ട് വന്നാൽ ഏതൊരു സംഘിയുടെ അവസ്ഥ ഇത് തന്നെയാണ്.